അബ്ദുള്ള മരണപ്പെട്ടത് എങ്ങനെ? പരസഹായമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഖാസി രാത്രിയുടെ 2ാം യാമത്തിൽ കടപ്പുറത്തെത്തിയത് എങ്ങനെ? മംഗലാപുരം ഖാസിയും കാസർഗോഡ് ചെമ്പരിക്ക ഖാസിയുമായ CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണം ഉത്തരമില്ലാത്തൊരു ചോദ്യമായി ഇപ്പോഴും ശേഷിക്കുന്നു. നാട്ടുകാരുടെ വാക്കുകളിൽ നിസ്സഹായത. CBIയുടെ അന്വേഷണം എവിടെയാണ് അവസാനിച്ചത്? CBI പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. നേരറിയിക്കാനാണോ അതോ നേരം കളയാനാണോ CBI? ചെമ്പരിക്കയിലെ ദുരൂഹമരണം അന്വേഷിച്ചു പോയ FIR പ്രതിനിധി നരേന്ദ്രനാഥിന്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. ഈ കൊല്ലം ഫെബ്രുവരി 15-നാണ് കാസർഗോഡിനടുത്ത് ചെമ്പരിക്കയിൽ മംഗലാപുരം ഖാസിയായ CM അബ്ദുള്ള മൗലവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കൻ കേരളത്തിലെ മുസ്ലിം പണ്ഡിതരിൽ ഏറെ പ്രശസ്തനായ അദ്ദേഹം ചെമ്പരിക്ക ഖാസി കൂടിയായിരുന്നു. വീടിനടുത്തുള്ള കടപ്പുറത്ത് പാറക്കൂട്ടങ്ങൾക്കിടയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ കടപ്പുറത്തെത്തിയ സമീപവാസികളായിരുന്നു ആദ്യം മൃതദേഹം കണ്ടത്. പരസഹായമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഖാസി എങ്ങനെ രാത്രിയുടെ 2ാം പകുതിയിൽ കടപ്പുറത്തെത്തി എന്നതായിരുന്നു ഏറ്റവും പ്രധാന സംശയം. മൃതദേഹത്തിലാവട്ടെ മുറിവുകളൊന്നും ഉണ്ടായിരുന്നുമില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നും മുസ്ലിം സംഘടനകൾ തുടക്കം മുതലേ ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു ഇതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി തന്നെ പ്രാഥമികമായി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ സാധാരണ പോലീസുകാരനല്ല, മേലുദ്യോഗസ്ഥന്മാരുടെ പങ്കും ഇതിലുണ്ടാകുമോ എന്നുള്ള ബലമായ സംശയം ഇപ്പൊ കൂടി വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വൈകിയാണ് ഇവിടെ ലഭിച്ചത്. കാരണം അതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ് കഴുത്തെല്ല് പൊട്ടിയിരിക്കുന്നു എന്നുള്ളത്. അതൊരു മൽപ്പിടുത്തത്തിന്റെ ഇടയിലുള്ള ഒരു പൊട്ടൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ വീഴുന്നത് വരെ ജീവുണ്ടായിരുന്നു, വെള്ളത്തിലാണ് മരിച്ചത് എന്നുള്ള 2ാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ മൂക്കിന്റെ ഇത് ഒരു മൽപ്പിടുത്തത്തിന്റെ ഇതിലാണ് ഉള്ളത്. ഖാസി ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസ്. പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും ഇതേ നിഗമനത്തിൽ തന്നെയാണ് എത്തിയത്. സംഭവം നടന്ന് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അന്വേഷണം CBIക്ക് ശുപാർശ ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ CBI അന്വേഷണം നടന്നില്ല. പിന്നീട് ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് CBI അന്വേഷണം ആരംഭിച്ചത്. ഒരു അധോലോക ഗുണ്ടയായ റഷീദ് മലബാരി എന്ന ഒരു വ്യക്തി ചെമ്പിരിക്കയിലും അതുപോലെ മാഹിനാബാദിന്റെ MICയുടെ തൊട്ടടുത്തും ഒരേ സ്ഥലത്ത് താമസിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെമ്പിരിക്കയിൽ നിന്ന് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കൊണ്ടുപോയി കർണാടക ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരം നേരത്തെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും മറ്റൊക്കെ വളരെ വിശദമായി പറഞ്ഞതാണ്. പക്ഷെ അന്ന് കർണാടക ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്തിനാണ് ചെമ്പിരിക്കയിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ചെമ്പിരിക്കയിൽ കാസർഗോഡ് ഒരു VIP വധിക്കാനും കാസർഗോഡ് ഒരു കമ്മ്യൂണൽ ഉണ്ടാക്കാനാണ് എന്റെ ലക്ഷ്യം എന്ന് അന്നത്തെ എല്ലാ പത്രമാധ്യമങ്ങളും എഴുതിയതാണ്. ആ പത്രക്കോപ്പികൾ ഇന്നും എന്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം എന്തുകൊണ്ട് അവിടെ നിന്നാണല്ലോ തുടങ്ങേണ്ടത്, പ്രാഥമിക അന്വേഷണം എന്തുകൊണ്ട് റഷീദ് മലബാരിയിലേക്ക് എത്തുന്നില്ല എന്ന് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഈ അടുത്ത കാലത്ത് CBI വന്നിട്ട് CBIന്റെ മുഖാന്തരം ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. വയസ്സുകാരനും പലവിധ രോഗങ്ങൾ അലട്ടിയിരുന്നതുമായ ഖാസി കടപ്പുറത്തുപോയി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ CBI തിരുത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മുസ്ലിം സംഘടനകളും ചെമ്പരിക്ക നിവാസികളും. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. വെടിയുണ്ടകളാൽ കേരളത്തെ വിറപ്പിച്ച